ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നല്ല തേൻ കിട്ടുമായിരുന്നു. നമ്മൾ മിൻസ്ഡ് ചിക്കൻ മേടിക്കുന്നത് വാഷ് ചെയ്യണ്ടേ? അപ്പോൾ രണ്ടിൽ നിന്ന് ഞാൻ രണ്ട് ചെറിയ ഓരോ പീസ് എടുത്തിട്ട് 3 വലിയ സവാള ഇതുപോലെ ഞാൻ ആ ചോപ്പറിൻ്റെ അകത്തിട്ട് അടിച്ചു. അരിനെല്ലിക്ക മേടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോൻ്റെ ഇത് ഫുള്ള് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, കിച്ചണിലേക്ക് വേണ്ട ബേസിക്കായിട്ട് നമ്മൾ പ്രപ്പ് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോയും, ഒപ്പം സ്കൂളല്ലേ തുറക്കാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ലഞ്ചിനൊക്കെ പ്രിപ്പയർ ചെയ്ത് എളുപ്പത്തിന് കൊടുത്തു വിടാൻ പറ്റുന്ന, ഫ്രീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസുകളും കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇതുണ്ടല്ലോ, ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ട്രിപ്പ് പോയില്ലേ, മരം റിസോർട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ മേടിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസുകളാണ് കേട്ടോ. ഭയങ്കര നൊസ്റ്റ് അടിച്ച് മേടിച്ച ഐറ്റംസുകളാണ്. കുറേ ഉപ്പിലിട്ട സാധനങ്ങൾ, ഇത് കണ്ടോ, ഉപ്പിലിട്ട സാധനം, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. അതുപോലെ തന്നെ അവിടെ ഈ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നല്ല തേൻ കിട്ടുമായിരുന്നു. അപ്പോൾ തേൻ മേടിച്ചു. ഇതൊരു നമ്മുടെ വേപ്പില കൊണ്ടുള്ള, വേപ്പിലക്കട്ടി എന്ന് പറയും. എൻ്റെ വീട്ടിൽ ഇത് അമ്മ ഉണ്ടാക്കും കേട്ടോ, അടിപൊളിയായിട്ട്. ശരിക്കും അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റും അതേ മണവും ആയിരുന്നു ഇതിനുണ്ടായിരുന്നത്. അപ്പോൾ നൊസ്റ്റ് അടിച്ചു എനിക്ക്. അപ്പോൾ ഞാനിത് മേടിച്ചു. അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മേനെ കൊണ്ട് വേണമെങ്കിൽ ഞാനൊരു ഇതിൽ ചെയ്ത് കാണിപ്പിക്കാം കേട്ടോ ഈ സാധനമേ. പക്ഷെ നല്ല കറിവേപ്പിലയൊക്കെ കിട്ടണം ഇതിന്. പിന്നെ നല്ല അടിപൊളി കൊടംപുളി, പുഴുങ്ങി പൊടിച്ച മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഞാൻ അവിടെ നിന്ന് ഒരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ നമുക്കിങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോഴേ ഇതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കണ കണ്ടപ്പം മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. തിരിച്ച് വന്നപ്പം ഞങ്ങളിത് മേടിച്ചു. ഇതുപോലെ നല്ല ഇടിയിറച്ചി. എൻ്റെ വീട്ടിലും ഇതുപോലെ ആട്ടോ, ഇറച്ചി ഉണങ്ങിയിരുന്നതൊക്കെ അമ്മയുടെ വീട്ടിൽ. എന്നിട്ട് അമ്മ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അടുപ്പിലിട്ട് ചുട്ടിട്ട് ഇത് അമ്മിയിൽ വെച്ച് കുത്തിയിട്ട് അതിങ്ങനെ ഷ്രെഡ് ചെയ്തെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത് തരും. ഭയങ്കര ടേസ്റ്റായിരുന്നു ഈ സാധനത്തിന്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഈ വക ഐറ്റംസുകളെല്ലാം നമുക്ക് അതങ്ങോട്ട് പോണ വഴിക്കൊക്കെ മേടിക്കാൻ പറ്റും കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കുറച്ച് എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള കിച്ചണിൻ്റെ കാര്യങ്ങൾ കേട്ടോ. ആദ്യം കുറച്ച് ഉള്ളി പൊളിച്ച് വെക്കണം. എൻ്റെ അടുത്ത് കുറച്ച് പേര് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എങ്ങനെയാണ് ചേച്ചി ചെയ്യുന്നത്, അല്ലെങ്കിൽ ജിഞ്ചറും ഗാർലിക്സും ക്യൂബാക്കി വെക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാമോ എന്നുള്ളത്. നമുക്കത് ആദ്യം നോക്കാവേ. ഇതിപ്പോൾ ഞാൻ കുറച്ച് കട്ട്ലേറ്റിനുള്ള പൊട്ടറ്റോയൊക്കെ ഇങ്ങനെ പുഴുങ്ങി വെച്ചതാണ്. നമ്മൾ ഈ സാധനമൊക്കെ ക്യൂബാക്കി വെക്കുക, പേസ്റ്റാക്കി വെക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോണ്ടല്ലോ, നേരത്തെ നമ്മുടെ കിച്ചണിലേക്ക് ഞാൻ എൻ്റെ പ്രപ്പിംഗ് വീഡിയോകൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നേരത്തെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നത്. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഒരു ദിവസം നിന്ന് റെഡിയാക്കിയൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് പ്രപ്പിംഗ് ചെയ്ത് വെക്കാനും കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇതുമാതിരി ഇന്ന് ഞാൻ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് വെക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് ഈ ചോപ്പറിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് കുറേ പേര് അന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് ആ വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണോ അതെന്തോ, ഗിഫ്റ്റ് കിട്ടിയൊരു ഇതാണ്. ഇത് കുറേ നാളായിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ്. അത് കാരണം കൊണ്ട് ഇതാണ് ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത്. ഇപ്പം ഇതിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇതുണ്ടല്ലോ, ഞാൻ വാഷ് ചെയ്ത് വെച്ചിരുന്നതാണ്, എന്നാലും ഒന്നും കൂടി വാഷ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. നമ്മളിതിലേക്ക് ഈ ചോപ്പറിലേക്ക് ഇതിങ്ങനെ ഇടുക. നമുക്ക് എത്രയാണ് ആവശ്യം എന്നുള്ളത് അതിനനുസരിച്ച് നമ്മളിത് പൊളിച്ച് വെക്കുക. കറിയിലൊക്കെ ഇടാനായിട്ട് ഭയങ്കര എളുപ്പം ഇങ്ങനെ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ചേർക്കാം. ഓയിൽ ചേർക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ ചേർക്കരുതെന്ന് പറയാൻ കാരണം, നമ്മളിത് ചിലപ്പം പാസ്ത ഉണ്ടാക്കാനും അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും നമ്മൾ ആ ക്യൂബ് എടുക്കും. അപ്പം വെളിച്ചെണ്ണ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. അതാ ഇവിടെ എടുത്തതുണ്ടായിരുന്നു ഓൾറെഡി. കുറച്ച് മതിയേ ചേർക്കുക. കുറച്ച് ഉപ്പിടുക.
ഇതാ ഇത് കണ്ടോ, ഇതുപോലെയായിട്ട് കിട്ടും. ഇനി ഇതിനെ നമുക്ക് ഒരു ഐസ് ട്രേയിലോട്ട് നിരത്താം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് അടിച്ചത് അത്രയും കൊള്ളുന്ന മാതിരി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു ഐസ് ക്യൂബ് ട്രേ ആണ്. നമുക്കിങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്കിങ്ങനെ എടുക്കാനായിട്ട് പറ്റുമേ. അപ്പോൾ ഇതിലാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി ഞാനിവിടെ ഇങ്ങനെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതും നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് ഉപ്പും എണ്ണയും കൂടി ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഒരു ഐസ് ട്രേയിൽ ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാവേ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ബർഗർ പാറ്റീസ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് ഒരുപാട് ഡൗട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് നമ്മൾ മിൻസ്ഡ് ചിക്കൻ മേടിക്കുന്നത് വാഷ് ചെയ്യണ്ടേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഡൗട്ടുകളായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്തു നിന്നാണ് മീറ്റ് മേടിക്കണേന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മിൻസ്ഡ് മീറ്റ് ശരിക്കും വാഷ് ചെയ്യാൻ പാടില്ല എന്നാണ്. നിങ്ങൾ ഡൗട്ടുള്ളവരൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. വാഷ് ചെയ്യാതെ നമ്മൾ യൂസ് ചെയ്താൽ ഭയങ്കര അസുഖം വരുമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ വാഷ് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിതെടുത്ത് യൂസ് ചെയ്ത് വെക്കുകയും വേണം. അപ്പോൾ അത് മേടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമ്മളിതെല്ലാം എന്തൊക്കെ സാധനങ്ങളാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രിപ്പയർ ചെയ്ത് ഫ്രീസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ സാധനം ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ടാണെങ്കിലും ഇതിന് ഡേറ്റ് ഉണ്ട്, അത് കേടായിപ്പോവും. അപ്പോൾ നമ്മൾ ഫ്രീസറിലേക്ക് മാറ്റാനായിട്ടും നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചിക്കൻ്റെ പാറ്റീസ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. ഞാനിതൊരു വീഡിയോയിൽ ഞാൻ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ചോപ്പർ എടുക്കുന്ന ദിവസങ്ങളിൽ മാക്സിമം ഞാൻ ഇതൊക്കെ അതിൻ്റെ ഒപ്പം തന്നെ ചെയ്ത് തീർക്കാനായിട്ട് നോക്കൂട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിക്കൻ്റെ പാറ്റിയും ഒപ്പം ഞാൻ കുറച്ചുകൂടെ ബീഫിനുള്ള ഇതും കൂടി ബീഫ് പാറ്റി ഉണ്ടാക്കാനായിട്ടുള്ള ഇതും കൂടി, ഇതൊരു 1/4 കിലോയ്ക്ക് 250 ഗ്രാം എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ ചെയ്യാനാണ് പോകണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ചോപ്പറിലൊന്ന് അടിച്ച് ഫൈനാക്കി എടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് നമ്മൾ അരിഞ്ഞെടുക്കുക കേട്ടോ. ഒരു 2 മീഡിയം സൈസ് ഒണിയൻ, ഒരു ചില്ലി, പിന്നെ ഒരു ക്യൂബ് ഗാർലിക്ക്, ഇത്രയും സാധനം ഇട്ടിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കാവേ. ഞാനുണ്ടല്ലോ കുരുമുളക് ഇടുന്നതിന് പകരമാണ് ഇപ്പം ആ ചില്ലി ഇട്ടത് കേട്ടോ. അങ്ങനെ അധികം കുരുമുളകിനൊക്കെ എനിക്ക് അലർജി ആയതുകൊണ്ടാണ്. വേണം എന്നുള്ളവർ കുരുമുളക് ഇടാം കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ബീഫിലേക്കുള്ളതും ചെയ്തെടുക്കാവേ. ബീഫിലേക്കും ഇതുപോലെ തന്നെ നമ്മൾ ഒരു ക്യൂബ് ഗാർലിക്ക്, പിന്നെ ഒരു ഗ്രീൻ ചില്ലി, ഒണിയൻ ഒന്ന് കട്ട് ചെയ്യട്ടെ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമുക്ക് അരിഞ്ഞിടണം. ഈ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ് നമുക്ക്. പിന്നെ അരിയാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അരിയുക ഇടുക. ഇതേപോലത്തെ കൂട്ട് തന്നെ നമ്മൾ ബീഫിലേക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് രണ്ടെണ്ണത്തിൻ്റെ അകത്തും ചേർക്കേണ്ട പൊടികളും ബാക്കി കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ്. ആദ്യം ഉപ്പ് ചേർക്കാം നമുക്ക് 2 എണ്ണത്തിൻ്റെ അകത്തോട്ടും. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ അകത്തോട്ട് ഒരു മുട്ട ചേർക്കാം കേട്ടോ. ഒരു മുട്ട നമ്മൾ മുഴുവനുമായിട്ടുള്ളത് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് പക്ഷെ നമുക്ക് ഒരു ഫുൾ മുട്ട വേണ്ട കേട്ടോ. നമ്മളത് അളവ് കുറവല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ഹാഫൊക്കെ മതിയാവേ. ഞാനിതൊന്ന് ഒരു ഹാഫ് മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടികൾ ഇനി ചേർക്കാനുള്ളത് മുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ പെപ്രിക്ക പൗഡർ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 എണ്ണത്തിലേക്കും നമ്മൾ ഓരോ 2 സ്പൂൺ വീതം ബ്രെഡ് ക്രംസ് ചേർക്കുകയാണ്. ബ്രെഡ് ക്രംസ് അതിങ്ങനെ നന്നായിട്ട് ഹോൾഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്
ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ ഈ റെസിപ്പി മുമ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ ഞാൻ ഗ്രീൻ ചില്ലി ഇട്ടിട്ടില്ല, കുരുമുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. ഇതിപ്പം 2 ബ്രെഡ് ക്രംസ് 2 സ്പൂൺ ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് 2 ടൈപ്പ് ലീഫാണ്. ഇപ്പം ലീഫൊക്കെ ഞാൻ ഓൾറെഡി ഇതേ വാഷ് ചെയ്ത് ക്ലീൻ ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ലീഫൊക്കെ കൊണ്ടുവരുന്ന സമയത്തെ തന്നെ അന്ന് തന്നെ വാഷ് ചെയ്ത് ക്ലീനാക്കി നല്ല അടിപൊളിയാക്കിയിട്ട് നമ്മൾ അതിൻ്റെ മറ്റേ ആ സ്ട്രെയിനർ ഉണ്ടല്ലോ അതിൻ്റെ അകത്തിട്ട് നല്ലോണം വാഷ് ചെയ്ത് ക്ലീനാക്കി വെള്ളമെല്ലാം കളഞ്ഞ് തുടച്ച് നമ്മൾ നീറ്റാക്കിയിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ അത് കുറേ നാൾ നിൽക്കും കേട്ടോ. പാസ്ലി അങ്ങനെ നമ്മൾ വെള്ളം ഇല്ലാണ്ട് തന്നെ നോക്കണം കേട്ടോ. ചിക്കനിലേക്ക് നമുക്ക് പാസ്ലി ഇടാവേ. ചോപ്പ് ചെയ്ത് നമ്മൾ ചേർത്തു. ബീഫിലേക്ക് നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ലീഫ് ചേർക്കാം. ഇനി നമുക്കിത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബർഗറിൻ്റെ പാറ്റീസ് ആക്കി എടുക്കാം. നല്ല അടിപൊളിയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിൽ നിന്ന് ഇത് രണ്ടും ടേസ്റ്റ് നോക്കണം. നമ്മൾ ഉപ്പ് കറക്റ്റാണോ എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ രണ്ടിൽ നിന്ന് ഞാൻ 2 ചെറിയ ഓരോ പീസ് എടുത്തിട്ട് ഞാനൊന്ന് ആ ഒരു പാറ്റിയുടെ ഷേപ്പ് ആക്കുന്നതിന് മുമ്പ് ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ടേസ്റ്റ് നോക്കി കഴിഞ്ഞതിന് ശേഷം ഉപ്പോ മറ്റുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആക്കി വെക്കാവുള്ളേ. ഇനിയുണ്ടല്ലോ നമുക്ക് ബീഫ് കട്ട്ലേറ്റിന് വേണ്ട കുറച്ച് കാര്യങ്ങളാട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിന് ഞാൻ ആദ്യം ഒരു കുക്കർ എടുത്ത് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ബീഫിൻ്റെ കട്ട്ലേറ്റ് എന്ന് പറയുമ്പം അതിനധികം നെയ്യുള്ള ബീഫ് നമ്മൾ എടുക്കാനായിട്ട് പാടില്ല. അപ്പം ഞാൻ അതിനുള്ളത് സെപ്പറേറ്റ് ഇതൊരു 1 കിലോയേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് അത് നമ്മൾ 1 കിലോ ഇതിൻ്റെ അകത്തോട്ട് ഇടുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കൈപ്പിടി അല്ലെങ്കിൽ ഒരു ബൗൾ നിറയെ ചെറിയ ഉള്ളി, ഞാനിത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇടാറുള്ളത്, എപ്പോഴും ഇങ്ങനെ തന്നെ ഇടുക. ഇത് കട്ടിയാകുന്നതേ ഉള്ളൂ കേട്ടോ, അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തിടണ്ട വന്നു. ജിഞ്ചർ 1 ക്യൂബ്, ഗാർലിക്കും 1 ക്യൂബ് ഇടുക നമ്മൾ. ഓക്കെ, ഇനി ഇതിലേക്ക് എന്തൊക്കെ പൊടികളാണ് ചേർക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മൾ ബീഫ് വേവിക്കാനായിട്ട് ചേർക്കുന്ന എല്ലാ പൊടികളും. പക്ഷെ ഒരുപാട് ഓവർ ആവരുത്, നമ്മളിത് കട്ട്ലേറ്റിന് വേണ്ടിയിട്ടാണ്, കറിക്ക് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണിത്, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒട്ടും വെള്ളം ചേർക്കരുത്, കാരണം ബീഫിന് എന്തായാലും വെള്ളം ഇറങ്ങും. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ. ഓൾറെഡി നമ്മുടെ പൊട്ടറ്റോ ഇവിടെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പം നമുക്ക് കട്ട്ലേറ്റിന് എടുക്കണമെങ്കിൽ എടുക്കാം. ഇനി അതല്ല, ഇപ്പം നമ്മൾ ചെയ്ത ഈ ഓരോ കൂട്ടുകളില്ലേ, ചിക്കൻ്റെയും ബീഫിൻ്റെയും ഒക്കെ, അതിൻ്റെ കൂടെ നമുക്ക് ഒന്ന് പൊടിച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയ ബോൾ പോലെ ആക്കിയിട്ട് ചിക്കൻ ബോൾസ് പോലെയോ ബീഫ് ബോൾസ് പോലെയോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് അങ്ങനെയും ഒരു ഇത് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഒരു 2-3 എങ്ങാനേ ഞാൻ കട്ട്ലേറ്റിലേക്ക് എടുക്കുള്ളൂ. ബാക്കിയുള്ളത് ഇങ്ങനെ തന്നെ ബോയിൽ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. കാരണം എനിക്കിനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാനായിട്ട് ഇത് എളുപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി അതല്ല, പൊട്ടറ്റോൻ്റെ എന്തെങ്കിലും കറികൾക്കൊക്കെ ചേർക്കാനാണെങ്കിലും എനിക്കത് കട്ട് ചെയ്ത് ചേർക്കാനും എളുപ്പമാണ്. നമ്മളുടെ ബീഫ് വേവാനായിട്ട് ഒരു കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതേ സമയം തന്നെ ഞാൻ ആ പൊട്ടറ്റോ വേവിച്ച ആ കുക്കറിൻ്റെ അകത്തോട്ട് കുറച്ച്
ചിക്കൻ്റെ ബ്രസ്റ്റ്, ഒരു 2 ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ ബ്രസ്റ്റൊക്കെ ഞാൻ ഇതുപോലെ വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് വെക്കും കേട്ടോ. അപ്പം എളുപ്പമാണ്, നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ എളുപ്പമാണ് കുട്ടികൾക്ക്. ഇച്ചിരി ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ടുണ്ട്, വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. അതും കൂടി നമുക്കിവിടെ വേവിക്കാനായിട്ട് വയ്ക്കാം. രണ്ടും ഒരേ ടൈമിൽ തന്നെ ആയിക്കോളൂ കേട്ടോ. നമ്മുടെ ബർഗറിൻ്റെ പാറ്റീസ് എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴത്തേനും ഇതാ ചിക്കൻ 2 പീസ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ബോക്സിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് കണ്ടോ, ബീഫിൽ ആവശ്യത്തിലധികം നല്ല പോലെ വെള്ളമുണ്ട്. ഈ വെള്ളം മുഴുവനും നമുക്ക് വറ്റിച്ചെടുക്കണം. ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം മുഴുവനും അവിടെ ഇരുന്ന് വറ്റട്ടെ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ബീഫിൽ കറക്റ്റായിട്ടാണോ ഉപ്പുള്ളതെന്നൊക്കെ ആ വെള്ളം വറ്റി കഴിഞ്ഞിട്ട് കറക്റ്റ് നമുക്ക് നോക്കാം. അതിനനുസരിച്ച് മാത്രം നമുക്ക് കട്ട്ലേറ്റിലേക്ക് ബാക്കി കാര്യങ്ങൾക്ക് ഉപ്പ് ചേർത്താൽ മതിയേ. ഇതിൻ്റെ വെള്ളം ഫുള്ളിരുന്ന് വറ്റട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ എടുത്തിട്ട് ഈ കട്ട്ലേറ്റിൻ്റെ സാധനങ്ങളെല്ലാം ശരിയാക്കാൻ പോകുന്നതിന് മുമ്പ് ആ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. ഞാൻ എൻ്റെ വേറെ 1-2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ ഉണ്ടാക്കുന്ന ഗരം മസാലയുടെ റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്യാം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് കുറച്ച് പെരിഞ്ജീരകം വറുത്ത് പൊടിച്ച് വയ്ക്കാം. ഇതാണ് ഫെനൽ സീഡ്സ്. ഞാനുണ്ടല്ലോ ബിരിയാണിക്കുള്ള മസാല, പിന്നെ സാധാരണയുള്ള ഗരം മസാല, ഇതുപോലെ പെരിഞ്ജീരകം, ഇതെല്ലാം ഒന്ന് വറുത്ത് പൊടിച്ചൊക്കെ ഇങ്ങനെ വേറെ നമ്മൾ സെപ്പറേറ്റ് ബോക്സുകളിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറിയുടെ സമയങ്ങളിലോ ഒക്കെ നമുക്ക് ഇടാനായിട്ട് എളുപ്പമാണ് കേട്ടോ. ഇപ്പോൾ ഉണ്ടല്ലോ ഇത് കണ്ടോ, അത് അതിൻ്റെ ജസ്റ്റ് കളറൊന്നും ഇങ്ങനെ മാറി തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേ തന്നെ നമ്മൾ ഒരു പരന്ന പാത്രത്തിലോട്ട് എങ്ങാനും ഒന്ന് മാറ്റിയിട്ട് കൊടുക്കണം. ഒട്ടും കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. നമ്മൾ മസാല പൊടിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ കരിഞ്ഞു പോകരുത്. ഇതൊന്ന് ആറാനായിട്ട് വയ്ക്കാം. ആറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി ഗരം മസാല എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാം. അത് ബിരിയാണി മസാലയല്ല കേട്ടോ, നമ്മൾ ചിക്കൻ കറിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധാരണ ബേസിക് ആയിട്ടുള്ള സ്പൈസസ് ചേർത്തിട്ടുള്ള ഒരു മസാല കേട്ടോ. ഇത് കണ്ടോ, ഒരു 6, 7, 8, 9, 10 ഉണ്ട് ഏലക്ക, ഒരു 3 തക്കോലം, അത്ര ഒരു 8-10 ഗ്രാമ്പു, പിന്നെ ദേ കറുവാപ്പട്ട, പിന്നെ ദേ ഈ ബേ ലീവ്സ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് പെരിഞ്ജീരകം കൂടി ചേർത്ത് പൊടിക്കാം. കുരുമുളകും ചേർക്കാം കേട്ടോ. കുരുമുളക് ഇപ്പം ഞാൻ ചേർക്കുന്നില്ല, കാരണം എനിക്കത് അലർജിയാണ്. അപ്പം പെരിഞ്ജീരകവും പിന്നെ നമുക്ക് വേണമെങ്കിൽ കസ്കസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതും കൂടി ഇടാം. അപ്പം എൻ്റെ കയ്യിൽ കസ്കസ് തീർന്നിരിക്കുകയാണ്, അതുകൊണ്ട് അത് ഞാൻ ഇടുന്നില്ല. ഇതിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ പാൻ ചൂടാക്കാനായിട്ട് വെച്ചു. ഇത് ചൂട് ഒരിക്കലും ഇത് കരിഞ്ഞു പോകരുത് കേട്ടോ. ജസ്റ്റ് ശരിക്കും നമുക്ക് കൈ കൊണ്ട് ഇതിങ്ങനെ അത് നല്ലോണം ചൂടാവും. ചൂടായി കഴിയുമ്പോഴേ നമുക്ക് പെരിഞ്ജീരകം കുറച്ചിട്ട് കൊടുക്കാം. ഞാൻ പെരിഞ്ജീരകം എപ്പോഴും കൂടുതൽ ഇടാറുണ്ട് കേട്ടോ. മസാലയിലാണെന്നുണ്ടെങ്കിലും അല്ലാണ്ടും പെരിഞ്ജീരകം പൊടിച്ച് വയ്ക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെരിഞ്ജീരകം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇതിൻ്റെ കളറ് മാറുമ്പോഴത്തേനും നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റണേ. അതേ പാത്രത്തിൽ തന്നെ ആറാനായിട്ട് വെക്കരുത് കേട്ടോ. അതേ പാത്രത്തിൽ തന്നെ ആറാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂട് കയറിയിട്ട് അതിൽ കുറച്ചും കൂടി കരിഞ്ഞു പോകും.
ജസ്റ്റ് നമ്മളിത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കയ്യിലൊന്ന് പിടിച്ചു നോക്കുക. നല്ലോണം ചൂട് കയറിയിട്ടുണ്ടാവും. നമുക്ക് കൈ കൊണ്ട് തൊട്ട് നോക്കും. കണ്ടോ, അത് പൊട്ടാനും തുടങ്ങി. കണ്ടോ, അപ്പോൾ നമുക്കിത് മാറ്റി കൊടുക്കാം. കണ്ടോ, ഇതാ അങ്ങനെ നമ്മളുടെ 2 മസാലയ്ക്കുള്ള സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഒന്ന് പെരിഞ്ജീരകം മാത്രം, ഒന്ന് ഇത് മാത്രം. ഇത് രണ്ടും ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മളുടെ ബീഫ് ഉണ്ടല്ലോ, കട്ട്ലേറ്റിനുള്ള ബീഫിൻ്റെ വെള്ളം എല്ലാം വറ്റി ഇതായത് കണ്ടോ, നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറണം കേട്ടോ. ചെറിയൊരു ചൂടുണ്ട്. നമ്മൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വെച്ചേക്കുന്നതെന്ന് പറയാം. പൊട്ടറ്റോ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 3 വലിയ സവാള ഇതുപോലെ ഞാൻ ആ ചോപ്പറിൻ്റെ അകത്തിട്ട് അടിച്ചു. പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു 2 പിടി നിറച്ച് കറിവേപ്പില, അതും ഞാനിങ്ങനെ ചോപ്പറിൻ്റെ അകത്ത് തന്നെ വെച്ചത് കേട്ടോ. ഇത് ഞാൻ കൈകൊണ്ട് അരിഞ്ഞു. മല്ലിയില, ഇത് പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ് ആണ്. ഇത് മുട്ട ഉപ്പും ചേർത്ത് അടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ഒരു കാര്യം, ഈ ബീഫ് നമുക്ക് ചോപ്പറിൻ്റെ അകത്തിട്ട് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള അതുണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആ ചോപ്പർ കഴുകാനൊന്നും നിന്നിട്ടില്ല, അതിലേക്ക് തന്നെയാണ് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് അടിക്കുക. കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് അടിക്കുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അധികം അടി വരാതെ നമുക്ക് കിട്ടും. ജസ്റ്റ് ഇങ്ങനെ ആക്കിയെടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഒരുപാട് അരഞ്ഞു പോകരുത്. ഇനി നമുക്ക് കട്ട്ലേറ്റിൻ്റെ കൂട്ട് റെഡിയാക്കാം കേട്ടോ. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, അധികം വേണ്ടേ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ വഴറ്റുക ചെയ്യുന്നത്. കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ളത് മാത്രം മതി. കാരണം ബീഫിലേക്കുള്ളതും പൊട്ടറ്റോയിലേക്കുള്ളതും നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞേ, ഞാനിത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ മസാല പൊടിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മോള് പറയുകയാണ് അമ്മയ്ക്കെല്ലാം ഭയങ്കര സ്പീഡിൽ ചെയ്യണമെന്ന്. ഞാനെപ്പോഴും അങ്ങനെ നല്ല സ്പീഡിലാട്ടോ ജോലി ചെയ്തെടുക്കുക. പല കാര്യങ്ങളും ഇങ്ങനെ മിക്സ് ചെയ്താണ് ചെയ്യുക. അതുകൊണ്ടാണ് ഒരു റെസിപ്പിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പം പല കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ കയറി വരുന്നത്. പെരിഞ്ജീരകം നമ്മൾ പൊടിച്ചിട്ട് ഈ ബോക്സിലാക്കി കേട്ടോ. ഇതിനകത്ത് ചൂടില്ല ഒട്ടും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ അടച്ച് വെക്കുകയാണ്. ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബോട്ടിലൊന്ന് തുറന്ന് വെച്ചിട്ട് അത് ആറിയതിന് ശേഷം മാത്രമേ അടച്ച് വെക്കാവുള്ളൂ കേട്ടോ. അത് നന്നായിട്ട് ആറിയിട്ട് നമ്മൾ പൊടിക്കുകയാണെങ്കിൽ നമുക്ക് അത് കേടാകാതെയൊക്കെ ഇരുന്നോളും കേട്ടോ. നമ്മളുടെ സവാള വഴണ്ടു കേട്ടോ. ഹന്ന നോക്കുന്നുണ്ടായിരുന്നേ. അത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പം അതിൻ്റെ അകത്തേക്ക് നമുക്ക് പൊട്ടറ്റോ ചേർക്കാം. വേറെ പൊടികൾ കാര്യങ്ങൾ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് മീറ്റ് മസാല വേണം എന്നുള്ളവർക്ക് മീറ്റ് മസാല ചേർക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ അങ്ങനെ വലിയ ഇതായിട്ടൊന്നും ചേർക്കാറില്ല. ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇഷ്ടം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പൊട്ടറ്റോയും കൂടി മിക്സായി വരുമ്പോൾ നന്നായിട്ട് ബ്ലെൻഡായി വന്നോളൂ കേട്ടോ. ഞാനേ ഇച്ചിരി കട്ടിയുള്ള ഒരു ഇതെടുക്കട്ടെ. ഇത് 1 കിലോ ബീഫാട്ടോ വേവിച്ചേക്കുന്നത്.
ഇതിൽ ആവശ്യത്തിലധികം ബീഫ് ഉണ്ടാവും. ബീഫിൻ്റെ ടേസ്റ്റ് തന്നെയാണ് മുമ്പായിട്ട് നിൽക്കുക കേട്ടോ. ഇതിൻ്റെ അകത്ത് ഞാൻ ടേസ്റ്റ് നോക്കി കേട്ടോ. ഒരു പൊടിക്കും കൂടി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചേർത്തു. ലാസ്റ്റ് ഇതാ മല്ലിയില ചേർക്കുക. എന്നിട്ട് അധികം ഇനി നമ്മൾക്ക് തീ ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഈ മല്ലിയിലയൊക്കെ ആകെ വെന്തതിൻ്റെ ഇത് പോവേ. ലാസ്റ്റാണ് മല്ലിയില ചേർക്കുന്നത്. ഇതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ആറാൻ വയ്ക്കാം. ആറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കിയിട്ട് നമുക്കൊക്കെ കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കുന്നതൊന്നും ഞാനിപ്പോൾ കാണിക്കണ്ടല്ലോ. നമ്മൾ ആദ്യം എഗ്ഗിൽ മുക്കും, പിന്നെ ബ്രെഡ് ക്രംസിന് മുക്കും, എന്നിട്ട് നമ്മൾ റെഡിയാക്കി വയ്ക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണാവേ. ഞാനുണ്ടല്ലോ അതെന്തായാലും ആറി വരാനായിട്ട് ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് ബോക്സിൻ്റെ അകത്താക്കി വെക്കുമായിരുന്നു. എയർ ടൈറ്റ് ആക്കിയിട്ട് വെക്കണം കേട്ടോ. ഇത് അല്ലാന്നുണ്ടെങ്കിൽ ഇത് കേടായിപ്പോവും. ഇത് കണ്ടോ, ഇത് ഇങ്ങനെയാണ് പീസായിട്ട് കിട്ടുന്നത്. നോക്കട്ടെ. നല്ല ഉപ്പുണ്ട്. നമുക്കിത് ഏതെങ്കിലും ഒരെണ്ണം കട്ട് ചെയ്ത് നോക്കിയാലോ? ഉപ്പും മാങ്ങയോ? നെക്സ്റ്റ് അടിപൊളിയാ കേട്ടോ. അരിനെല്ലിക്ക മേടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ അരിനെല്ലിക്ക? ലൂബിക്ക റെഡ് കളറിലല്ലേ ഇരിക്കും, ഒരു പിങ്ക് കളറിൽ. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കുറച്ച് ദിവസം ആയതായിരിക്കും ഇട്ടിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ന് തീരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇത് നമുക്ക് ചമ്മന്തി പൊടിക്കാം. കണ്ണിമാങ്ങ ഉപ്പിലിട്ട ചമ്മന്തി. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോൻ്റെ ഇത് ഫുള്ള് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ജിഞ്ചർ ഗാർലിക് ക്യൂബ്സ് റെഡിയാക്കി വെച്ചു. ഇത് ഫുള്ളായിട്ട് കട്ടിയായിട്ടില്ല, തണുത്തിട്ടില്ല കേട്ടോ മര്യാദയ്ക്ക്. ഇത് കുറച്ച് നേരം ഫ്രീസറിൽ വെക്കണം. എന്നിട്ട് വേണം നമുക്കിത് ഇതുപോലെ ഒരു ബോക്സിൻ്റെ അകത്താക്കിയിട്ട് നമുക്കിത് മാറ്റാം. അപ്പോൾ അടുത്ത ബാച്ച് നമുക്ക് ഇതുപോലെ ആക്കി വെക്കാനായിട്ട് പറ്റുമേ. പിന്നെ നമ്മളുടെ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് പൊട്ടറ്റോ എടുത്ത് നമ്മളിതാ കട്ട്ലേറ്റിന് റെഡിയാക്കിയിട്ടുണ്ട്. കട്ട്ലേറ്റ് ഒത്തിരി ഉണ്ട് കേട്ടോ. 1 കിലോ ബീഫിനല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ അതേ ചിക്കൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗരം മസാല പൊടിച്ചിട്ടുണ്ട്, പെരിഞ്ജീരകം പൊടിച്ചിട്ടുണ്ട്, ചിക്കനും ബീഫും ബർഗർ പാറ്റീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഫ്രീസറിലേക്ക് പോകും. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ മുമ്പ് പ്രപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടാനൊക്കെ എളുപ്പമാണ് കേട്ടോ. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം. ബീഫ് കട്ട്ലേറ്റ് അടിപൊളിയാട്ടോ. ഇത് ചെയ്ത് നോക്കണേ, എന്നിട്ട് താഴെ കമൻറ്റ് ചെയ്യുക.